ആഗസ്റ്റ് മാസത്തിലെ ചുട്ടുപൊള്ളുന്ന പകൽ ബേക്കർ സ്ട്രീറ്റ് തീച്ചൂള പോലെയായി. റോഡിനെതിരെയുള്ള വീട്ടിന്റെ മഞ്ഞ ഇഷ്ടികകളിൽ വെയിൽ തട്ടി പ്രതിഫലിച്ചു. സോഫായിൽ ചാരിക്കിടന്ന് ഹോംസ് വീണ്ടും വീണ്ടും ഒരു കത്ത് വായിക്കുന്നു. രാവിലെ തപാലിൽ കിട്ടിയ കത്താണത്. രാവിലത്തെ പത്രം വെറും വിരസമായിരുന്നു. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് എല്ലാവരും നഗരം വിട്ടു പോയിരിക്കുന്നു. സംസാരിച്ചിരിക്കാൻ ഹോംസിന് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ പത്രം ദൂരെ കളഞ്ഞ് കസേരയിൽ ചാരിയിരുന്ന് ചിന്തയിൽ മുഴുകി. പ്രിയ വാട്സൺ, പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്രോയിഡോണിലെ ക്രോസ് സ്ട്രീറ്റിലുള്ള മിസ് കുഷിങ്ങിനെ തപാലിൽ വന്ന ഒരു പെട്ടിയിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. ഓഹോ, ആ പത്രമെടുത്ത് സാമ്പത്തിക കാര്യങ്ങളുടെ താഴെ നോക്കൂ. അതൊന്ന് ഉറക്കെ വായിച്ചാൽ കൊള്ളാം. അദ്ദേഹം കാണിച്ചു തന്ന ഭാഗം ഞാൻ വായിച്ചു. ഭയാനകമായ ഒരു പെട്ടി. ക്രോയിഡോണിലെ ക്രോസ് സ്ട്രീറ്റിലുള്ള മിസ് സൂസൻ കുഷിനെ അസാധാരണമായ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു. ആരോ ചെയ്ത ഒരു പ്രതികാരമാണിതെന്ന് കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം തപാലിൽ വന്ന ഒരു പെട്ടി പോസ്റ്റ്മാനിൽ നിന്നും അവർക്ക് ലഭിച്ചു. കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പെട്ടിയായിരുന്നു അത്. അകം നിറയെ ഉപ്പുകല്ലുകൾ. അതിനിടയിൽ കണ്ട കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞു. അറുത്തെടുത്ത 2 മനുഷ്യ ചെവികൾ. കഴിഞ്ഞ പ്രഭാതത്തിൽ ബൽഫാസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ നിന്നും അയച്ചതാണ് ആ പെട്ടി. അയച്ച ആൾ ആരെന്ന് യാതൊരു സൂചനയുമില്ല. മിസ് കുഷിങ് വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു അവിവാഹിതയാണ്. 50 വയസ്സ് പ്രായം വരും. അവർക്ക് പരിചയക്കാരോ കത്തയക്കുന്നവരോ ഇല്ലെന്ന് തന്നെ പറയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പെഞ്ചിൽ താമസിക്കുന്ന കാലത്ത് സ്വന്തം വീട്ടിന്റെ കുറെ ഭാഗം 3 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ബഹളക്കാരും ദുസ്വഭാവികളുമായ അവരെ ഇറക്കിവിടാൻ മിസ് കുഷിങ് നിർബന്ധിതയായി. അവരായിരിക്കാം ഈ കടുങ്കൈ ചെയ്തതെന്ന് പോലീസിന് അഭിപ്രായമുണ്ട്. ഇവരിൽ ഒരാൾ അയർലൻഡിലെ ഉത്തരഭാഗത്തെ ബെൽഫാസ്റ്റ് എന്ന സ്ഥലത്തുള്ള ആളാണ്. ഈ കേസിന്റെ ചുമതല വഹിക്കുന്നത് മിസ്റ്റർ ലെസ്ട്രേഡ് ആണ്. ഞാൻ വായിച്ചു തീർന്നപ്പോൾ ഹോംസ് പറഞ്ഞു, നമ്മുടെ സുഹൃത്ത് ലെസ്ട്രേഡ് ഇന്ന് രാവിലെ എനിക്കൊരു കത്ത് കൊടുത്തയച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, ഈ കേസ് നിങ്ങൾ എത്രയും വേഗം പരിഹരിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ ഉതകുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ മെഡിക്കൽ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കും കുറ്റവാളികളെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്നോടൊപ്പം കുറെ സമയം ചെലവാക്കിയാൽ ഉപകാരമായിരിക്കും. വാട്സൺ, നിങ്ങൾ എന്തു പറയുന്നു? എന്റെ കൂടെ ക്രോയിഡോണിലേക്ക് വരാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുമോ? തീർച്ചയായും, ഞാൻ പറഞ്ഞു. ട്രെയിനിൽ ഞങ്ങൾ യാത്ര തുടരുന്നതിനിടയിൽ ഒരു ചെറിയ മഴ ചാറി. ബേക്കർ സ്ട്രീറ്റിനെ അപേക്ഷിച്ച് ക്രോയിഡോണിൽ ചൂട് വളരെ കുറവാണ്. ഇതിനിടയ്ക്ക് ഇൻസ്പെക്ടർ ലെസ്ട്രേഡിനെ ഒരു കമ്പി അടിച്ചിരുന്നു. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ലെസ്ട്രേഡ് ബലിഷ്ഠനും പ്രസരിപ്പുള്ളവരും ധീരനുമായിരുന്നു. 5 മിനിറ്റ് നേരത്തെ നടപ്പുകൊണ്ട് ഞങ്ങൾ ക്രോസ് സ്ട്രീറ്റിലെത്തി. മിസ് കുഷിങ് താമസിച്ചിരുന്നത് അവിടെയാണ്. അതൊരു വലിയ തെരുവായിരുന്നു. ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ വലിയ ഇരുനില കെട്ടിടങ്ങൾ. കുറെ ദൂരം ചെന്നപ്പോൾ ലെസ്ട്രേഡ് ഒരു വീട്ടുപടിക്കൽ നിന്നു. എന്നിട്ട് കതകിൽ മുട്ടി വിളിച്ചു. അപ്പോൾ ഒരു വേലക്കാരി പെൺകുട്ടി വന്ന് കതക് തുറന്നു. മുൻവശത്ത് ഞങ്ങൾ കയറി ചെന്ന മുറിയിൽ തന്നെ മിസ് കുഷിങ് ഇരിപ്പുണ്ട്. ശാന്തമായ മുഖഭാവം, ദീർഘവും മനോഹരമായ കണ്ണുകൾ, നരച്ച കുറുനിരകൾ നെറ്റിത്തടത്തിലേക്ക് വീണു കിടന്നിരുന്നു. അവരൊരു മേശവിരി തുന്നിക്കൊണ്ടിരിക്കുകയാണ്. നശിച്ച സാധനങ്ങൾ അപ്പുറത്തെ മുറിയിൽ ഇരിപ്പുണ്ട്. നിങ്ങളത് എടുത്തുകൊണ്ട് പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങൾ ചെന്ന് കയറിയ ഉടനെ ആ സ്ത്രീ പറഞ്ഞു, മിസ് കുഷിങ്, ഞാനത് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ എന്റെ സുഹൃത്ത് ഇതൊന്ന് കാണട്ടെ എന്ന് കരുതിയാണ് ഇതുവരെ ഞാൻ എടുക്കാതിരുന്നത്. വീടിന്റെ പിൻഭാഗത്തുള്ള ഒരു ചെറിയ ഷെഡാണ് ഇപ്പറഞ്ഞ മുറി. ലെസ്ട്രേഡ് അവിടെ ചെന്ന് മഞ്ഞ നിറത്തിലുള്ള ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്തു കൊണ്ടുവന്നു. പിന്നെ കുറെ കടലാസ് കഷ്ണങ്ങളും കുറെ ചരടും. അതിനടുത്ത് കിടന്ന ഒരു ബെഞ്ചിൽ ഞങ്ങളിരുന്നു. ലെസ്ട്രേഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഓരോന്നായി ഹോംസ് പരിശോധിച്ചു കൊണ്ടിരുന്നു. ചരടെടുത്ത് നല്ല വെളിച്ചത്തിലേക്ക് പിടിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ടാറടിച്ച ഒരു
ടോയിൻ കഷ്ണമാണ്. ഇത് മിസ് കുഷിങ് കത്രിക കൊണ്ട് മുറിച്ചു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അവർ ആ കെട്ടിൽ കൈവച്ചിട്ടില്ല. അതൊരു പ്രത്യേകതരം കെട്ടാണ്. ഇനി ആ പെട്ടി പൊതിഞ്ഞിരിക്കുന്ന കടലാസ് നോക്കണം. തവിട്ട് നിറത്തിലുള്ള ആ കടലാസിൽ നിന്ന് എന്തോ മണം അടിക്കുന്നുണ്ട്. കാപ്പിപ്പൊടിയുടെ മണം പോലെ ഇരിക്കുന്നു. മേൽവിലാസം എഴുതിയിരിക്കുന്നതിലും പ്രത്യേകതയുണ്ട്. മിസസ് ക്രോസ്ട്രീറ്റ് ക്രോയിഡോൺ എന്ന് എഴുതിയിരിക്കുന്നതിൽ അക്ഷരങ്ങൾ അങ്ങിങ്ങായി കിടക്കുകയാണ്. തടിച്ച മുനയുള്ള ഒരു പേന കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. വളരെ വില കുറഞ്ഞ മഷി ഉപയോഗിച്ചിരിക്കുന്നു. ക്രോയിഡോൺ എന്ന് എഴുതിയതിൽ ആദ്യം ഒരക്ഷരം തെറ്റിയിട്ടുണ്ട്. അക്ഷരാഭ്യാസം കുറഞ്ഞ ഒരു പുരുഷന്റെ കയ്യക്ഷരമാണ് ഇതെന്ന് തോന്നുന്നു. മഞ്ഞ നിറത്തിലുള്ള ആ പെട്ടിക്ക് അരറാത്തൽ ഭാരം വരും. താഴെ ഇടത്തെ മൂലയ്ക്ക് 2 വിരൽപ്പാടുകളുണ്ട്. തോല് ഊറക്കിടുന്നതിന് ഉപയോഗിക്കുന്ന തരം ഉപ്പാണ് അതിൽ നിറച്ചിരിക്കുന്നത്. പിന്നെ ഈ ചെവികൾ 2 പുറത്തെടുത്ത് ഹോംസ് സൂക്ഷ്മമായി പരിശോധിച്ചു. ഞാനും ലെസ്റ്റേർഡും അദ്ദേഹത്തിന്റെ ഇരുവശങ്ങളിൽ നിന്ന് എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഈ ചെവികൾ 2 ഒരാളുടേതല്ലെന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് തീർച്ചയാണ്. ശരിയാണ്, അക്കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഒറ്റപ്പെട്ട 2 ചെവികൾ ശേഖരിക്കാൻ എളുപ്പമുണ്ടല്ലോ. അതൊരു നല്ല തമാശയായിരിക്കുകയും ചെയ്യും. പക്ഷേ ഇതൊരു തമാശ അല്ലെന്നാണ് തെളിവുകൾ കാണിക്കുന്നത്. കൂടാതെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ശേഖരിച്ചതാണെങ്കിൽ ശവം അഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി കുത്തിവെച്ച മരുന്നിന്റെ അംശങ്ങൾ ഇതിലും കാണണം. അവർ ശവങ്ങൾ സൂക്ഷിക്കുന്നത് അങ്ങനെയാണല്ലോ. എന്നാൽ ഈ ചെവികളിൽ അതിന്റെ യാതൊരു അംശവും കാണാനിടയില്ല. അതുകൊണ്ടാണല്ലോ ഈ ഉപ്പുകല്ലുകൾ ഇട്ടിരിക്കുന്നത്. ഈ ചെവികൾക്ക് അത്ര പഴക്കവും തോന്നുന്നില്ല. ഏതോ വായ്ത്തലയില്ലാത്ത ഉപകരണം കൊണ്ടാണ് ഇവ മുറിച്ചെടുത്തിരിക്കുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തതെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ല. കൂടാതെ ഇവ അഴുകിപ്പോകാതെ സൂക്ഷിക്കുന്നതിന് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഉപ്പിന്റെ കാര്യമായിരിക്കില്ല. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാം, ഇതിൽ തമാശയുടെ അംശം ഒന്നുമില്ല. വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന്റെ അന്വേഷണത്തിലാണ് നാം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ഹോംസ് യാതൊരു ഭാവഭേദവും കൂടാതെയാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുഖത്ത് തികഞ്ഞ ഗൗരവം വിളയാടിയിരുന്നു. പക്ഷെ ഹോംസിന്റെ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ ലെസ്റ്റേർഡിന് കഴിഞ്ഞില്ല. ഹോംസ് തുടർന്നു. ഒരു ഇരട്ടക്കൊലപാതകം നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. 2 ചെവികളിൽ ഒന്ന് ഒരു സ്ത്രീയുടേതാണ്, മറ്റേത് ഒരു പുരുഷന്റേതുമാണ്. ഇവർ 2 മരിച്ചിട്ടുണ്ടാവണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ പാക്കറ്റ് പോസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച രാവിലെയാണ്. ആ സ്ഥിതിക്ക് കൊലപാതകം നടന്നത് ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ അതിനു മുമ്പോ ആവണം. ഇങ്ങനെ 2 പേർ കൊല ചെയ്യപ്പെട്ടതിന്റെ തെളിവിനായിട്ടായിരിക്കണം ഈ ചെവികൾ മിസ് കുഷിങ്ങിന്റെ പേർക്ക് അയച്ചു കൊടുത്തത്. ഇത് ചെയ്തത് ആ കൊലയാളി അല്ലാതെ പിന്നെ ആരായിരിക്കും? ഈ പാക്കറ്റ് അയച്ചു കൊടുത്തത് കൊലപാതകം നടന്നു കഴിഞ്ഞുവെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയായിരിക്കാം. ഒരുപക്ഷെ അവരെ വേദനിപ്പിക്കാനും ആവാം. അങ്ങനെയാണെങ്കിൽ ഇത് അയച്ചത് ആരാണെന്ന് അവർക്കറിയാം. ഈ വിവരം അവർക്ക് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. മിസ് കുഷിങ്ങിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഹോംസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മറ്റൊരു കാര്യത്തിനു വേണ്ടി എനിക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവും. നമുക്ക് അവിടെ വെച്ച് കാണാം. ലെസ്റ്റേർഡ് യാത്രയായി. ഞാനും മിസ്റ്റർ ഹോംസും കൂടി മിസ് കുഷിങ് ഇരിക്കുന്ന മുറിയിലെത്തി. അവർ വളരെ ശാന്തമായിരുന്നു. സാർ, ഇക്കാര്യത്തിൽ എന്ത് പിശക് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാഴ്സൽ എന്നെ ഉദ്ദേശിച്ച് അയച്ചതാക്കാൻ ഇടയില്ല. സ്കോട്ട്ലൻഡ് യാർഡിൽ നിന്ന് വന്ന ആ ഉദ്യോഗസ്ഥനോട് ഇത് ഞാൻ പല തവണ പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. അവരുടെ സമീപം ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഹോംസ് പറഞ്ഞു, മിസ് കുഷിങ്, ഞാനും അതുതന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ അസാധാരണമായി എന്തോ ഇതിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാൽ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ. ഓ, ചോദ്യങ്ങൾ കേട്ട് ഞാൻ മടുത്തു, മിസ് കുഷിങ് അക്ഷമയായി പറഞ്ഞു. നിങ്ങൾക്ക് 2 സഹോദരിമാരല്ലേ ഉള്ളത്? ശരിയാണ്, 2 സഹോദരിമാരാണ്, സാറായും മേരിയും.
മേരിയുടെ ഭർത്താവ് മിസ്റ്റർ ബ്രൗണർ ഒരു നാവികനാണ്. അയാൾക്ക് ജോലി മേയുടെ എന്ന ബോട്ടിലാണെന്ന് ഒടുവിൽ കേട്ടത്. ഒരിക്കൽ എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. മദ്യം കഴിക്കയില്ലെന്നുള്ള പ്രതിജ്ഞയിലായിരുന്നു അന്ന് അയാൾ. എന്നാൽ പിന്നെ പിന്നെ കരയിലെത്തുമ്പോൾ അയാൾ കുടിക്കുമായിരുന്നു. ഒരു തുള്ളി മദ്യം കഴിച്ചാൽ തന്നെ അയാൾക്ക് ലക്കും ലഗാനും ഇല്ലാതാകും. അയാൾ ആദ്യം എന്നോട് പിണങ്ങി, പിന്നെ സാറായോട് വഴക്കിട്ടു. ഇപ്പോൾ മേരി പോലും എനിക്ക് എഴുതാറില്ല. സാറ നിങ്ങളുടെ നേരെ അനുജത്തിയാണ് അല്ലേ? അവരും അവിവാഹിതായ സ്ഥിതിക്ക് നിങ്ങൾ ഒന്നിച്ച് താമസിക്കാത്തത് എന്തേ? ഹോംസ് ചോദിച്ചു. ഓ, സാറായെ പറ്റി നിങ്ങൾക്കറിയില്ല. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ചോദിക്കില്ലായിരുന്നു. ക്രോയിഡോണിൽ വന്ന ശേഷം ഞങ്ങളത് പരീക്ഷിച്ചു നോക്കിയതാണ്. അതിൽ പിന്നെ ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. അവൾക്കൊരു കുഴപ്പമുണ്ട്. അവൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടും. അവളെ പ്രീതിപ്പെടുത്താനും വളരെ ബുദ്ധിമുട്ടാണ്. ലിവർപൂളിലുള്ള അനുജത്തിയോടും ഭർത്താവിനോടും അവർ വഴക്കടിച്ചു കാണുമല്ലോ. അതെ, ഒരു സമയത്ത് അവർ തമ്മിൽ വലിയ കാര്യമായിരുന്നു. സാറ ലിവർപൂളിൽ അവരുടെ അയലത്ത് താമസമായതും അതുകൊണ്ടാണല്ലോ. ഇപ്പോൾ ജിം ബ്രൗണറുമായി അവൾ വലിയ പിണക്കത്തിലാണ്. ഹോംസ് എഴുന്നേറ്റ് തലകുനിച്ചുകൊണ്ട് കുഷിങ്ങിനോട് യാത്ര പറഞ്ഞിറങ്ങി. ഒരു ടാക്സിയിൽ ഞങ്ങൾ സാറായുടെ വീട്ടിലെത്തി. മിസ് കുഷിങ് ഇവിടെയുണ്ടോ? മിസ് സാറ കുഷിങ്ങിനെ തീരെ സുഖമില്ല. ഇന്നലെ മുതൽ ബുദ്ധിഭ്രമത്തിന്റെ ഗുരുതരമായ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അവരെ കാണാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. നിങ്ങൾ 10 ദിവസം കഴിഞ്ഞു വരൂ. ഡോക്ടർ എന്ന് തോന്നിച്ച ഒരാൾ അവരെ നിരുത്സാഹപ്പെടുത്തി. കതകുകൾ വലിച്ചടച്ച് കയ്യുറകൾ ഊരിയെടുത്തുകൊണ്ട് അദ്ദേഹം നിരത്തിലേക്ക് ഇറങ്ങി. ശരി, അങ്ങനെയെങ്കിൽ വേണ്ട, ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. അവിടെ നിന്നും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ചൂടിന്റെ കാഠിന്യം അല്പം കുറഞ്ഞിരുന്നു. ലെസ്ട്രേഡ് ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്. താങ്കൾക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? ലെസ്ട്രേഡ് ചോദിച്ചു. എനിക്കെല്ലാം പിടികിട്ടി കഴിഞ്ഞു. ലെസ്ട്രേഡ് അത്ഭുതപ്പെട്ടു. ഭീകരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അതിന്റെ ഏകദേശ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞതായി ഞാൻ വിചാരിക്കുന്നു. കൊലപാതകയെ പിടികിട്ടിയോ? ഹോംസ് തന്റെ വിസിറ്റിംഗ് കാർഡിന്റെ പിൻഭാഗത്ത് എന്തോ കുത്തിക്കുറച്ച് ലെസ്ട്രേഡിന് നൽകി. ഇതൊരു പേര് മാത്രമാണല്ലോ. ഹോംസ് നൽകിയ കാർഡിൽ ഉറ്റുനോക്കിക്കൊണ്ട് ലെസ്ട്രേഡ് അവിടെ തന്നെ നിന്നു. ബേക്കർ സ്ട്രീറ്റിലെ ഞങ്ങളുടെ മുറിയിലിരുന്ന് പുകവലിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷെർലക് ഹോംസ് പറഞ്ഞു, കൊലയാളി ആരെന്ന് നിങ്ങളും ഊഹിച്ചു കാണാം. ലിവർപൂൾ ബോട്ടിലെ ഒരു ജീവനക്കാരനായ ജിം ബ്രൗണറെയാണ് താങ്കൾ സംശയിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇത് വെറും സംശയമല്ല. ആ പെട്ടിയിലുള്ള സാധനങ്ങൾ നാം പരിശോധിച്ചതിൽ നിന്ന് വെളിപ്പെട്ടതാണ്. അതിൽ ഉപയോഗിച്ചിരുന്ന ചരട് നാവികന്മാർ സാധാരണ കെട്ടാറുള്ള രീതിയിലാണ് കെട്ടിയിരുന്നത്. ഒരു തുറമുഖത്തു നിന്നും പോസ്റ്റ് ചെയ്തതാണ് ആ പാഴ്സൽ. കമ്മലിടുന്നതിന് വേണ്ടി പുരുഷന്മാരുടെ ചെവി തുളയ്ക്കുന്ന സമ്പ്രദായം നാവികന്മാരുടെ ഇടയിലാണ് കൂടുതൽ കാണുന്നത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടവർ എല്ലാം തന്നെ നമ്മുടെ നാവിക സമൂഹത്തിലെ അംഗങ്ങളാണ്. മേൽവിലാസം പരിശോധിച്ചപ്പോൾ മിസസ് കുഷിങ്ങിന്റെ പേർക്കാണ് അത് അയച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഏറ്റവും മൂത്ത സഹോദരിയെ മിസ് കുഷിങ് എന്നീ സംബോധന ചെയ്യേണ്ടതുള്ളൂ. അവരുടെ ഇനിഷ്യൽ എസ് എന്നാണെങ്കിൽ പോലും അത് അവരുടെ പേരിന്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. എസ് എന്ന് ചേർത്ത് എഴുതേണ്ടത് അവരിൽ ഒരാളായ സാറ കുഷിങ്ങനാണ്. ഈ കേസിൽ ആദ്യം മുതൽക്കുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മിസ് കുഷിങ്ങിന്റെ വീട്ടിൽ പോയി ചില സംശയങ്ങൾ തീർത്തത്. ഇതിനിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുപ്രധാനമായൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടിയിൽ കണ്ട സ്ത്രീയുടെ ചെവിയും മിസ് കുഷിങ്ങിന്റെ ചെവിയും തമ്മിൽ അസാധാരണ സാമ്യമുണ്ടായിരുന്നു. നമ്മുടെ അന്വേഷണത്തിന്റെ പരിധി അത് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. ഈ സാദൃശ്യത്തിന്റെ പ്രാധാന്യം അപ്പോൾ തന്നെ എനിക്കും മനസ്സിലായി. കൊല്ലപ്പെട്ട സ്ത്രീ മിസ് കുഷിങ്ങിന്റെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ഒരാളായിരിക്കുമെന്ന് അത് തെളിയിച്ചു. ഈ സാഹചര്യത്തിലാണ് അവരുടെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി ഞാൻ അവരോട് സംസാരിച്ചത്. അവരിൽ നിന്ന് അത്യധികം വിലപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അവരുടെ സഹോദരിയുടെ പേര് സാറ എന്നാണെന്നും അടുത്ത കാലം വരെ അവരുടെ മേൽവിലാസം അതുതന്നെ ആയിരുന്നുവെന്നും നാം ആദ്യമേ ഓർക്കണം.
അപ്പോൾ ഈ പിശക് എങ്ങനെ ഉണ്ടായി? ഈ പാക്കറ്റ് ആരെ ഉദ്ദേശിച്ച് അയച്ചതാണെന്നും വ്യക്തമാകും. ആ നാവികൻ മൂന്നാമത്തെ സഹോദരിയെ വിവാഹം കഴിച്ചുവെന്നും മിസ് സാറായുമായി ഒരു കാലത്ത് വളരെ അടുപ്പത്തിലായിരുന്നുവെന്നും നാം അപ്പോൾ അറിയുന്നു. ബ്രൗണർ ദമ്പതികളുടെ അയൽവാസിയായി ചെന്ന് മിസ് സാറ താമസിച്ചിരുന്ന കാര്യം ശ്രദ്ധേയമാണ്. എന്നാൽ പിൽക്കാലത്ത് അവർ തമ്മിൽ എഴുത്തുകുത്തുകളൊന്നും ഇല്ലാതായി. അതുകൊണ്ട് ഈ പാക്കറ്റ് മിസ് സാറായുടെ പഴയ മേൽവിലാസത്തിൽ തന്നെ അയച്ചിരിക്കാനാണ് സാധ്യത. അയാളുടെ ഭാര്യ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. കൊല്ലപ്പെട്ട മറ്റേയാൾ ഒരു നാവികനായിരിക്കാമെന്ന് തോന്നുന്നു. അസൂയയാണ് ഇതിന് പിന്നിലുള്ള ചേതോ വികാരമെന്ന് പറയാം. നമ്മുടെ നിഗമനങ്ങൾ എത്രത്തോളം ശരിയാണെന്നറിയാൻ ചില വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനാൽ ലിവർപൂളിലുള്ള അൽഗാർ എന്ന എന്റെ സുഹൃത്തിന് ഞാൻ കമ്പിയടിച്ചു. മിസ്സിസ് ബ്രൗണർ വീട്ടിലുണ്ടോ എന്നും മിസ്റ്റർ ബ്രൗണർ മെയ്ഡേ എന്ന ബോട്ടിൽ പോയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നതിനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അതിനുശേഷം മിസ് സാറായെ കാണുന്നതിന് വേണ്ടി നാം വാലിംഗ്ടണിലോട്ട് പോയി. ആ കുടുംബത്തിൽ മറ്റുള്ളവരുടെ ചെവികളുമായി അവരുടെ ചെവിക്കുള്ള സാദൃശ്യം കണ്ടുപിടിക്കുക എന്നതായിരുന്നു എൻ്റെ പ്രഥമ ലക്ഷ്യം. അതോടൊപ്പം അവരിൽ നിന്ന് വിലപ്പെട്ട ചില വിവരങ്ങൾ കൂടി ശേഖരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. തലേ ദിവസം നടന്ന സംഭവത്തെപ്പറ്റി അവൾ കേട്ട് കാണും. ബുദ്ധിഭ്രമം ഉണ്ടാക്കത്തക്കവണ്ണം കഠിനമായിരുന്നു അവരുടെ മനോവേദന. ആ സംഭവത്തിന്റെ പ്രാധാന്യം മുഴുവൻ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തീർച്ചയാണ്. അതിനാൽ അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നതിനെ നാം അല്പം കൂടി കാത്തിരിക്കേണ്ടതാണ്. നമ്മുടെ സുഹൃത്തായ അൽഗാർ ശേഖരിച്ച വിവരങ്ങൾ ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. മേരി ബ്രൗണറുടെ വീട് കഴിഞ്ഞ 3-4 ദിവസമായി അടങ്ങിക്കിടക്കുകയാണ്. ബ്രൗണർ മെയ്ഡേ എന്ന ബോട്ടിലിൽ പോയിരിക്കുകയാണെന്ന് ജലഗതാഗതം സംബന്ധിച്ച ഓഫീസുകളിൽ നിന്ന് ഉറപ്പായി. നാളെ രാത്രിയാകുമ്പോഴേക്കും ആ ബോട്ട് തേംസ് നദിയിലെത്തുമെന്നും വ്യക്തമായി. നിശ്ചയദാർഢ്യമുള്ള ലെസ്ട്രേഡ് അവിടെ വെച്ച് അയാളെ പിടികൂടും. ഷെർലക് ഹോംസിന് പ്രതീക്ഷകൾ സഫലമായി. 2 ദിവസങ്ങൾക്കു ശേഷം അദ്ദേഹത്തിന് ലെസ്ട്രേഡിന്റെ ഒരു കത്ത് കിട്ടി. ലെസ്ട്രേഡ് അയാളെ പിടിച്ചു കഴിഞ്ഞു. ഹോംസ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രിയപ്പെട്ട മിസ്റ്റർ ഹോംസ്, നാം തയ്യാറാക്കിയിരുന്ന പരിപാടി അനുസരിച്ച് ഞാൻ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ആൽബർട്ട് തുറമുഖത്ത് പോയി. മെയ്ഡേ എന്ന ചെറിയ ആവിക്കപ്പൽ അവിടെ കരയ്ക്ക് അടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ജെയിംസ് ബ്രൗണർ എന്നൊരു ജോലിക്കാരനുണ്ടെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. യാത്രക്കിടയിൽ അയാൾ വളരെ അസാധാരണമായിട്ടാണ് പെരുമാറിയിരുന്നതെന്നും തന്മൂലം ജോലി ചെയ്യാൻ ക്യാപ്റ്റൻ അയാളെ അനുവദിച്ചില്ലെന്നും അറിയുന്നു. അയാളുടെ വിശ്രമ സ്ഥാനത്ത് ഞാൻ ചെന്നു. ഞാൻ എത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ അയാൾ ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. ഉടൻ തന്നെ ഞാൻ വിസിൽ ഊതുകയും 2 പോലീസുകാർ പാഞ്ഞെത്തുകയും ചെയ്തു. ഞങ്ങൾ അയാളെ തടവിലാക്കി. അയാളുടെ പെട്ടിയും ഞങ്ങൾ എടുത്തിരുന്നു. പക്ഷെ നാവികർ സാധാരണ കൊണ്ടു നടക്കാറുള്ള ഒരു വലിയ കത്തി മാത്രമാണ് അതിലുണ്ടായിരുന്നത്. ഞങ്ങളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന യാതൊന്നും അതിലുണ്ടായിരുന്നില്ല. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ അടുത്ത് അയാളെ ഹാജരാക്കിയപ്പോൾ എല്ലാം തുറന്നു പറയുന്നതിന് അയാൾ അനുമതി ചോദിച്ചു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ കോപ്പി ഇതോടൊപ്പം അയക്കുന്നു. അതിനാൽ ഇനി മറ്റൊരു തെളിവിന്റെയും ആവശ്യമില്ല. അന്വേഷണത്തിൽ നിങ്ങൾ സഹകരിച്ചതിന് നന്ദി പറയുന്നു. സ്നേഹപൂർവം താങ്കളുടെ വിശ്വസനായ ലെസ്ട്രേഡ്. കത്ത് ഇപ്രകാരമായിരുന്നു. അതോടൊപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കോപ്പിയും. എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ ഏറ്റുപറയാം. നിങ്ങൾക്കെന്നെ തൂക്കിക്കൊല്ലുകയോ വെറുതെ വിടുകയോ ചെയ്യാം. നിങ്ങൾ എന്തു ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. അത് ചെയ്തതിൽ പിന്നെ ഞാനൊരു പോള കണ്ണടച്ചിട്ടില്ല. നടന്നതെല്ലാം മറക്കുന്നതുവരെ എനിക്കിനി ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതിനെല്ലാം ഉത്തരവാദി സാറയാണ്. ആ നാശം പിടിച്ച സ്ത്രീ അവിടെ കടന്നു വരാതിരുന്നെങ്കിൽ എന്റെ മേരി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുമായിരുന്നു. ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത് സാറ കുഷിങ്ങിന് എന്നോടുണ്ടായ സ്നേഹമാണ്. എന്നാൽ ഞാൻ അവൾക്ക് തെല്ലും വില കൽപ്പിച്ചിരുന്നില്ല.
എന്റെ മനോഭാവം മനസ്സിലാക്കിയതോടുകൂടി സാറ എന്നെ വെറുത്തു. സാറയ്ക്ക് 33 വയസ്സുണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ മേരിക്ക് 29. ഞങ്ങൾ വളരെയേറെ സന്തോഷഭരിതമായ ജീവിതമാണ് നയിച്ചത്. എൻ്റെ മേരിയേക്കാൾ മെച്ചപ്പെട്ട ഒരു പെണ്ണ് ലിവർപൂളിലെങ്ങും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഞങ്ങളോടൊപ്പം ഒരാഴ്ച താമസിക്കുന്നതിന് സാറ ക്ഷണിച്ചു. ആ ഒരാഴ്ച മാസമായി മാറി. ഒന്നിനുമേൽ ഒന്നായി ഓരോന്നും സംഭവിച്ചു. ക്രമേണ അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി തീർന്നു. അന്ന് മാന്യമായൊരു ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത്. മിക്കവാറും എല്ലാ വാരാന്ത്യങ്ങളിലും ഞാൻ വീട്ടിൽ എത്തുമായിരുന്നു. ഭാര്യ സഹോദരിയുമായി അടുത്തിടപഴകാൻ ഇത് കൂടുതൽ അവസരം നൽകി. അവളൊരു വികാരജീവിയാണ്, കൂടെ അല്പം തലക്കനവും. അവരുടെ കണ്ണുകൾ അതിമനോഹരമായിരുന്നു. തീപ്പൊരി ചിതർന്നതുപോലെയാണ് നോട്ടം. ഒരു കാര്യം മനസ്സിലായി, എന്നോടൊപ്പം ഒറ്റയ്ക്ക് കഴിയാൻ സാറ ആഗ്രഹിക്കുന്നുവെന്ന്. അല്ലാത്ത പക്ഷം എൻ്റെ കൂടെ പുറത്തൊക്കെ നടക്കാൻ മോഹിക്കുന്നുവെന്ന്. എന്നാൽ അത്തരം കാര്യങ്ങളെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഒരിക്കൽ ഞാൻ കപ്പലിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഭാര്യയെ വീട്ടിൽ കാണാനില്ല. എന്നാൽ സാറ അവിടെയുണ്ട്. മേരി എവിടെ പോയി? ഞാൻ ചോദിച്ചു. ജിം, മേരി ഇവിടെ ഇല്ലെങ്കിൽ 5 മിനിറ്റ് പോലും സന്തോഷമായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? സാറ ചോദിച്ചു. പെട്ടെന്നവൾ 2 കൈകൊണ്ടും എൻ്റെ കൈ മുറുകെ പിടിച്ചു. ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ വികാര തീവ്രത എനിക്ക് മനസ്സിലായി. അപരാധബോധത്തോടെ പെട്ടെന്ന് ഞാൻ കൈകൾ പിൻവലിച്ചു. അവൾ എൻ്റെ അടുത്ത് വന്ന് അല്പനേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് എൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, ആണായാൽ അല്പം ചുണയൊക്കെ വേണം. പരിഹാസ്യമായ ഒരു ചിരിയോടെ അവൾ മുറിവിട്ട് ഓടിപ്പോയി. അന്നു മുതൽ പൂർണ്ണമായും സാറ എന്നെ വെറുത്തു. വെറുക്കാനും കഴിയുന്ന ഒരു സ്ത്രീയായിരുന്നു അവൾ. അവളെ കൂടെ താമസിക്കാൻ അനുവദിച്ച് ഞാൻ വിഡ്ഢിയായിരുന്നു. പക്ഷേ ആ സംഭവത്തെപ്പറ്റി ഒരൊറ്റ വാക്ക് പോലും മേരിയോട് പറഞ്ഞില്ല. അതവളെ ദുഃഖിപ്പിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. കാര്യങ്ങൾ മുമ്പെന്ന പോലെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ മേരിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവൾ എന്നെ സംശയിച്ചു തുടങ്ങി. എപ്പോഴും വഴക്കടിക്കും, അകാരണമായി ദേഷ്യപ്പെടും. കത്തുകൾ എഴുതുന്നത് ആർക്കൊക്കെയാണെന്നും പോക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്നും അവൾക്കറിയണം. ഇത്തരം 1000 കൂട്ടം അസംബന്ധങ്ങളാണ് അവൾ അന്വേഷിക്കുന്നത്. സാറയാണെങ്കിൽ എന്നെ അഭിമുഖീകരിക്കാറേയില്ല. എന്നാൽ അവൾ മേരിയുമായി വളരെയേറെ അടുത്തു. എൻ്റെ ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്കെതിരായി തിരിച്ചുവിടാനാണ് അവളുടെ ശ്രമമെന്ന് ക്രമേണ എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും കുടിച്ചു തുടങ്ങി. എൻ്റെ മേരി പഴയതുപോലെ നല്ലവളായി തന്നെ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച അനുനിമിഷം വർദ്ധിച്ചു വന്നു. ഈ അവസരത്തിലാണ് അൽഫെയർബേൺ എന്ന ഒരു മനുഷ്യൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതോടെ കാര്യങ്ങൾ 1000 മടങ്ങ് വഷളായി. അയാൾ ആദ്യം വന്നത് സാറായെ കാണാനായിരുന്നു. എന്നാൽ വളരെ കഴിയും മുമ്പ് ആ വരവ് ഞങ്ങളെ കാണാനായി. സൗഹൃദം സമ്പാദിക്കാൻ അവന് പല തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഒടുവിൽ എനിക്ക് ചില സംശയങ്ങൾ ഉദിച്ചു തുടങ്ങി. അന്നു മുതൽ എൻ്റെ മനസ്സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഇനിയും പറയുന്നത് ഒരു നിസ്സാര സംഭവം മാത്രമായിരിക്കാം. ഒരിക്കൽ ഞാൻ മുന്നറിയിപ്പ് കൂടാതെ വീട്ടിലേക്ക് ചെന്നു. വാതിൽക്കൽ എത്തിയപ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖം പ്രസന്നമായിരുന്നു. എന്നാൽ ചെല്ലുന്നത് ഞാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മുഖം പെട്ടെന്ന് മങ്ങി. നൈരാശ്യത്തോടെ അവൾ തിരികെ നടന്നു. എനിക്ക് എല്ലാം മനസ്സിലായി. അൽഫെയർബേൺ ആയിരിക്കും വരുന്നതെന്ന് ധരിച്ചാണ് അവൾ ആദ്യം സന്തോഷിച്ചത്. അവനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ കൊന്നുകളയുമായിരുന്നു. കാരണം കോപം വന്നാൽ ഞാൻ തനി ഭ്രാന്തൻ തന്നെയാണ്. എൻ്റെ മുഖത്ത് പൈശാചിക ഭാവം പരക്കുന്നതായി അവൾ കണ്ടു. അവൾ ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. ജിം, അരുത്, അരുത്. സാർ എവിടെ? ഞാൻ ചോദിച്ചു. അടുക്കളയിലുണ്ട്, അവൾ മറുപടി പറഞ്ഞു. ഞാൻ അടുക്കളയിൽ ചെന്ന് അവളോട് പറഞ്ഞു, സാറാ,
ഫെയർബേൺ എന്ന മനുഷ്യൻ മേലാൽ ഇവിടെ കയറി പോകരുത്. എന്താ? അവർ ചോദിച്ചു. ഇതെന്റെ ഉത്തരവാണ്, അതുകൊണ്ട് തന്നെ. ശരി, എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനും ഇവിടെ നിന്ന് പോയേക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നാൽ ഫെയർബേൺ ഇനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനായി അവൻ്റെ ഒരു ചെവി ഞാൻ എത്തിച്ചു തരും. എൻ്റെ മുഖഭാവം കണ്ട് അവൾ പേടിച്ചു വിറച്ചു. ഒരക്ഷരം അവൾ മറുപടി പറഞ്ഞില്ല. അന്ന് വൈകിട്ട് അവൾ എൻ്റെ വീട് വിട്ടുപോയി. ഇത് അവളുടെ കുതന്ത്രം മാത്രമായിരുന്നു, അതോ എൻ്റെ ഭാര്യയെ കൊണ്ട് മോശമായി പ്രവർത്തിപ്പിച്ച് എന്നെ അവൾക്കെതിരായി തിരിച്ചുവിടും എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞാൻ താമസിക്കുന്നതിനെ 2 തെരുവുകൾക്കപ്പുറത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവൾ താമസമാക്കി. അവിടെ കപ്പൽ ജോലിക്കാർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഫെയർബേൺ അവിടെ ചെന്ന് താമസിക്കാറുണ്ടായിരുന്നു. അയാളോടും സാറായോടൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് മേരി ചിലപ്പോഴൊക്കെ അവിടെ പോയിരുന്നു. എപ്പോഴൊക്കെയാണ് അവൾ പോയിരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കൽ ഞാൻ അവളെ പിന്തുടർന്നു. ഞാൻ പെട്ടെന്ന് മുറിയിൽ കടന്നപ്പോൾ പിന്നിലുള്ള മതിൽ ചാടി ഭീരുവിനെ പോലെ അയാൾ കടന്നു കളഞ്ഞു. ഇവരോടൊപ്പം ഇനിയും കണ്ടാൽ മേരിയെ ഞാൻ കൊന്നു കളയുമെന്ന് മനസ്സിൽ ഉറച്ചു. അവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കരഞ്ഞു വിളിച്ച് അവൾ എൻ്റെ പിന്നാലെ വന്നു. അവർ വിളറി വെളുത്തിരുന്നു. അതിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ സ്നേഹപ്രകടനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. അവൾ എന്നെ വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതായി എനിക്ക് മനസ്സിലായി. അതോടൊപ്പം ഞാൻ മുഴുക്കുടിയനായി. മേരി എന്നെ കൂടുതൽ വെറുക്കുകയും ചെയ്തു. ലിവർപൂളിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതായി തീർന്നു. സാറ ക്രോഡോണിൽ അവരുടെ സഹോദരിയുടെ അടുത്തേക്ക് പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ വീട്ടിലെ സ്ഥിതിഗതികൾ മാറ്റമില്ലാതെ തുടർന്നു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞാഴ്ചയാണ് അത് സംഭവിച്ചത്. എല്ലാ ദുരന്തങ്ങളോടും അതോടൊപ്പം പൂർത്തിയായി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് മേയുടെ തിരിച്ചു. എന്നാൽ കപ്പലിന് എന്തോ തകരാറ് പറ്റിയത് മൂലം 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ തിരികെ കരയിലെത്തി. ഞാൻ നേരെ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ ഭാര്യ അത്ഭുത സപ്തയാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും ഉടനടി ഞാൻ മടങ്ങിയെത്തിയതിൽ അവൾ സന്തോഷിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. വീട്ടിനോട് അടുത്തപ്പോഴേക്കും ആ ചിന്ത എന്നിൽ ശക്തിപ്പെട്ടു. പെട്ടെന്നൊരു കാറ് എൻ്റെ അടുത്തുകൂടി കടന്നുപോയി. അതിൽ മേരി ഉണ്ടായിരുന്നു. അവൾ ഫെയർബേണിൻ്റെ അടുത്ത് തൊട്ടുരുമി ഇരിക്കുകയാണ്. 2 പേരും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. എൻ്റെ കാര്യം അവർ വിസ്മരിച്ചിരുന്നു. ഈ കാഴ്ച കണ്ട് ഞാൻ നടപ്പാതയിൽ നിന്നുപോയി. ഞാൻ ഉള്ളത് പറയാം, ആ നിമിഷം മുതൽ എൻ്റെ നിയന്ത്രണം വിട്ടു. ഓർത്തു നോക്കുമ്പോൾ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ തോന്നുന്നു. ഞാൻ കണ്ടമാനം കുടിച്ചിരുന്നു. ഇതുകൂടി ആയപ്പോൾ എൻ്റെ സമനില ആകെ തെറ്റി. എൻ്റെ മനസ്സിലൊരു കൂരമ്പ് തറച്ചു കയറി. അതിൽ കോട്ടുപടി കൊണ്ട് ആരോ അടിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് രാവിലെ എൻ്റെ കാതുകളിൽ വലിയ ഇരമ്പവും മുഴക്കവും അലയടിച്ചു. നയാഗ്ര വെള്ളച്ചാട്ടത്തിലേതുപോലെ ഞാൻ ആ കാറിൻ്റെ പിമ്പി പാഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു കനത്ത വടിയുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്കല്പം ഭയമുണ്ടായിരുന്നു. പിന്നെ അത് മാറി. അവരെന്നെ കാണാതിരിക്കാൻ ഞാൻ കരുതലോടെ നീങ്ങി. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ ബുക്കിംഗ് ഓഫീസിന് മുമ്പിൽ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ അവർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഞാനൊരു ടിക്കറ്റ് എടുത്തു. പക്ഷേ മുറികൾക്കപ്പുറമാണ് ഞാൻ കയറിയത്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി നടന്നു തുടങ്ങി. ഞങ്ങൾ തമ്മിൽ 100 വാരയിലധികം അകലമുണ്ടായിരുന്നില്ല. അവർ ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത് ഉല്ലാസയാത്രയ്ക്കുള്ള ശ്രമമാണ്. കുറെ ചൂടുള്ള ദിവസമായിരുന്നതിനാൽ ജലനിരപ്പിൽ കുറെ ആശ്വാസം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഇപ്പോൾ അവർ എൻ്റെ കയ്യിൽ അകപ്പെട്ടു എന്ന് തന്നെ പറയാം. അവിടെ നേരിയ മൂടൽമഞ്ഞുണ്ടായിരുന്നു. ഏതാനും വാരയ്ക്കപ്പുറത്തേക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത് ഞാൻ അവരെ പിന്തുടർന്നു. അവരുടെ ബോട്ട് മുന്നിൽ പോകുന്നത് എനിക്ക് അവ്യക്തമായി കാണാം. വളരെ വേഗത്തിലാണ് അത് പോകുന്നത്. കരയിൽ നിന്ന് 1 മൈലോളം
പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ പിടികൂടി. മൂടൽമഞ്ഞ് ഞങ്ങൾക്ക് ചുറ്റും ഒരു തിരശ്ശീലയായി തീർന്നു. ആ ജലമധ്യത്തിൽ ഞങ്ങൾ 3 പേർ മാത്രം. എൻ്റെ ബോട്ട് അടുത്തടുത്ത് ചെന്നപ്പോൾ അവരുടെ മുഖഭാവം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അവനാകട്ടെ ഒരു ഭ്രാന്തനെ പോലെ എൻ്റെ നേരെ അടുത്തു. അവൻ തുഴ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണുകളിൽ ഭീകരഭാവം അവർ മനസ്സിലാക്കി കാണും. ഞാൻ ആ തുഴ തട്ടി ദൂരെ കളഞ്ഞു. എന്നിട്ട് മറ്റൊരു തുഴയെടുത്ത് എൻ്റെ കയ്യിലിരുന്ന കമ്പിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് ആ തലയ്ക്ക് ഞാൻ ശക്തിയായി അടിച്ചു. മുട്ടയുടയും പോലെ അത് ചതഞ്ഞരഞ്ഞു. ഈ മുഴുഭ്രാന്തിനിടയിലും ഞാൻ അവളെ വെറുതെ വിടുമായിരുന്നു. എന്നാൽ അലക് എന്ന് വിളിച്ചുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അത്യുച്ചത്തിൽ കരഞ്ഞു. ഞാൻ വീണ്ടും ആഞ്ഞടിച്ചു. അവൾ അവൻ്റെ സമീപത്ത് തന്നെ ചത്തു വീണു. ചോരയുടെ രുചിയറിഞ്ഞ വന്യമൃഗത്തെ പോലെയായിരുന്നു ഞാൻ അപ്പോൾ. സാറ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവളുടെയും കഥ കഴിയുമായിരുന്നു. ഞാൻ എൻ്റെ കത്തി വലിച്ചെടുത്ത് ബാക്കി പറയേണ്ടതല്ലോ. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സാറയുടെ കുതന്ത്രങ്ങളുടെ അന്തിമഫലം അറിയുമ്പോൾ അവൾക്കുണ്ടാകുന്ന വികാരത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. അപ്പോൾ രാക്ഷസീയമായ ഒരു സന്തോഷം എനിക്കുണ്ടായി. അതിനുശേഷം ആ ശവങ്ങൾ ബോട്ടിൽ കൂട്ടിക്കെട്ടി എല്ലാം വെള്ളത്തിൽ മുക്കി. മൂടൽ മഞ്ഞുകൊണ്ട് വഴുതെറ്റി ബോട്ട് കടലിലേക്ക് വഴുതിപ്പോയത് ആയിരിക്കുമെന്ന് ബോട്ടുടമസ്ഥർ കരുതും. അതെനിക്കറിയാം. ആ രാത്രിയിൽ തന്നെ സാറ കുഷിങ്ങളുള്ള പാക്കറ്റ് ഞാൻ തയ്യാറാക്കി. അടുത്ത ദിവസം ബെൽഫാസ്റ്റിൽ നിന്ന് അത് അയക്കുകയും ചെയ്തു. നടന്ന കാര്യങ്ങൾ മുഴുവൻ ഉള്ളതുപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് എന്നെ തൂക്കിക്കൊല്ലാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്തു കൊള്ളൂ. എന്നാൽ ഞാൻ സ്വയം അനുഭവിച്ചു കഴിഞ്ഞ ശിക്ഷയെപ്പോലെ കടുത്ത ഒരു ശിക്ഷ തരാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല. 2 മുഖങ്ങൾ എന്നെ സദാ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞുമറ നീക്കി ഞാൻ അടുത്ത് ചെന്നപ്പോൾ കണ്ട അതേ നോട്ടം. ഞാൻ അവരെ കൊന്നത് നിമിഷങ്ങൾക്ക് ഉള്ളിലാണ്. എന്നാൽ അവരെന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. ഇങ്ങനെ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ നേരം പുലരുമ്പോഴേക്കും ഞാനൊരു ഭ്രാന്തനായി തീരുകയോ മരിക്കുകയോ ചെയ്യും. സർ, ദയവ് ചെയ്ത് നിങ്ങളെന്നെ ഒറ്റയ്ക്ക് ജയിൽ മുറിയിലിടരുത്. നിങ്ങൾ കാണിക്കുന്ന ഔദാര്യത്തിന് ഈശ്വരൻ നിങ്ങൾക്ക് പ്രതിഫലം തരാതിരിക്കില്ല. കത്ത് വായിച്ചു തീർന്നപ്പോൾ ഹോംസ് ശാന്തനായി പറഞ്ഞു, വാട്സൺ, ഈ സംഭവത്തിൽ നിന്ന് നിങ്ങൾക്കെന്താണ് മനസ്സിലായത്? ദുഃഖം, അക്രമം, ഭയം എന്നിവയുടെ ഈ ദുഷിത വലയം എന്ത് ലക്ഷ്യമാണുള്ളത്? എങ്ങനെയും ഈ ദുഷിത വലയം ഭേദിച്ചേ മതിയാകൂ. അല്ലാത്ത പക്ഷം യാദൃശ്ചിക സംഭവങ്ങളെ കൊണ്ട് മാത്രം ഈ ലോകം മുന്നോട്ട് നീങ്ങേണ്ടി വരും. അത് അചിന്ത്യമായൊരു അവസ്ഥയാണ്. പക്ഷേ ഇത് അവസാനിപ്പിക്കാൻ എങ്ങനെ കഴിയും? മനുഷ്യന്റെ യുക്തിബോധം ഇതിന് മതിയായൊരു പരിഹാരം ആവുകയുമില്ല. തുടരും.